കണ്ണീരൊഴുക്കുന്നത്. എന്നാൽ ഇത്തവണ പല പല കാരണങ്ങൾ കൊണ്ട് നേതാക്കൾ തന്നെ കരഞ്ഞു. സീറ്റ് കിട്ടിയ സങ്കടത്തിൽ രമേശ് ചെന്നിത്തലയും കിട്ടാത്ത സങ്കടത്തിൽ ജയ ഡാളിയും ഒക്കെ കരഞ്ഞു. ഈ ആഴ്ച രാഷ്ട്രീയ രംഗം ശുദ്ധമായത് രാമചന്ദ്രൻ മാസ്റ്ററുടെ കണ്ണീര് വീണാണ്. കുറച്ചുനാൾ മുമ്പ് വരെ വേണ്ടതിനും വേണ്ടാത്തതിനുമൊക്കെ ചിരിച്ചിരുന്നയാളാണ് ഈ രാമചന്ദ്രൻ മാസ്റ്റർ. വിവാദങ്ങളിലേക്കൊന്നും ഞാനില്ല. ഞാൻ വേണ്ടാത്ത ചോദ്യം ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ എന്നെ കുഴപ്പത്തിലാക്കണ്ട. പക്ഷെ ഇപ്പോൾ മാസ്റ്റർ കരയുന്നു, നമ്മെ കരയിക്കുന്നു. അതും ഈ തെരഞ്ഞെടുപ്പിലെ മറിമായം. സ്വയം നാട്ടുകാരെ കരയിച്ച് കണ്ണീർ പറ്റിക്കുകയാണ് ഇപ്പോൾ മാസ്റ്റർ. ആചന്ദ്രതാരം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഇങ്ങനെ വാക്കിനെ കൊണ്ടുപോയാൽ ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യമില്ല. കുട്ടിയിലാണെങ്കിൽ ഓരോ ദിവസവും പുതിയ പുതിയ ആളുകളെ നോമിനേറ്റ് ചെയ്യും. മാന്യമായ ഒരു ചർച്ച ഇവിടെ നടക്കില്ല. അവരെ അടിച്ചിരുത്തും. ഉരുളിയെ പാർട്ടിയിലെടുക്കെന്ന് പറഞ്ഞപ്പോ എന്നെ അടിച്ചിരുത്തിയായത്. കേരള പാർട്ടിയിലെടുത്തപ്പോ എന്നെ അടിച്ചിരുത്തിയായത്. ഞാൻ പാർട്ടിക്ക് ഗുണകരമില്ലാത്ത ഒരു കാര്യം ഇതുവരെ ചെയ്തിട്ടില്ല. ഉണ്ടെങ്കിലും അവര് പറയട്ടെ എന്ത് ചെയ്തു എന്നിങ്ങനെ ഒതുക്കി എടുത്തിട്ട് പാർട്ടി 5 കൊല്ലം ഭരിച്ചാൽ പോരാ. വെസ്റ്റ് ബംഗാളിലെ അധികാരത്തിൽ പോയപ്പോ ഇതുവരെ പാർട്ടിക്ക് അധികാരത്തിൽ വരാൻ കഴിഞ്ഞിട്ടില്ല. 77 പോയതാണ്. ഇവര് 5 വർഷം കൊണ്ട് ഇവരിത് മുടിക്കും. ഇവരെ പഴയതുപോലെ തുടരും. 5 വർഷം കഴിഞ്ഞാൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സാധനം ഈ കേരളത്തിൽ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇവയൊക്കെ മാറ്റി നിർത്തണം. BM സുധീരനെ പോലെ പ്രതിച്ഛായുള്ള നേതാക്കന്മാരെയൊക്കെ ഒതുക്കി നിർത്തിയിരിക്കുകയാണ്. BM കേരളത്തിലെ ഏറ്റവും പ്രതിച്ഛായുള്ള നേതാവാണ്. AK ആന്റണി. അദ്ദേഹത്തിന് ഇവിടെ വരാൻ കഴിയില്ല. പാർട്ടിയാക്കി 2 പേരും ഇത്തരത്തിലൊരു പാർട്ടി, ഇതൊക്കെ മേലെ ഇരിക്കുന്നവർക്ക് ഇവിടെ ഒന്നും നടക്കുന്നൊന്നും അറിയില്ല. അതുകൊണ്ട് എനിക്ക് ഒറ്റ കാരണമേ ഉള്ളൂ. ഈ 2 പേരും ഇനി മുഖ്യമന്ത്രിയായില്ല. അതുപോലെ ഈ അഴിമതിക്കാരായ ആളുകളെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തി സംശയമുണ്ട്. എന്താണ് കേരളത്തിൽ നടക്കുന്നത്? ഇനി പാർട്ടിയുടെ ഒരുക്കുന്നുണ്ട് ഉപയോഗിച്ച്, അച്ചടക്കത്തിന്റെ മോൾ ഉപയോഗിച്ച് എല്ലാവരെയും ഒതുക്കി നിർത്തുകയാണ്. എത്രയോ ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ ഈ അഭിപ്രായക്കാരുണ്ട്. പക്ഷേ പുറത്തു പോകുമെന്ന് പറയുന്നിട്ട് അവർ പറയാണ്ട് സസ്പെൻഡ് ചെയ്താൽ ഞാൻ കോൺഗ്രസ്സുകാരൻ തന്നെയാണ്. ചിലപ്പോൾ ഔദ്യോഗികമായി കോൺഗ്രസ്സുകാരല്ലായിരിക്കും. എന്റെ മക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഒരു ത്രിവർണ്ണ പതാക എന്റെ ശരീരത്തിലുണ്ട്. കോൺഗ്രസ് തന്നെ പുറത്താക്കിയാൽ KPC ഓഫീസിന്റെ മുന്നിൽ പോയി കിടക്കും.
അപ്പുക്കുട്ടാ നീ വന്നേ. ഓവറാക്ട് ചെയ്ത് ചളവാക്കാനാണ് പുല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ